അടുത്തതായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ച നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ എ ബി സന്തോഷിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇന്ന് രാവിലെ പത്രത്തിൽ ഈ വാർത്ത കണ്ടപ്പോൾ വാസ്തവത്തിൽ വളരെയധികം സന്തോഷമുണ്ടായി. അദ്ദേഹവുമായിട്ട് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസ് കൊല്ലങ്കോട് ഗ്രാമത്തിൽ ആലമ്പള്ളത്തിലാണ്. അദ്ദേഹം മുൻ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന ശ്രീ എ സുബ്രഹ്മണ്യൻ്റെയും ശ്രീമതി കമലം ബാലസുബ്രഹ്മണ്യൻ്റെയും മകനാണ്. അദ്ദേഹം 2005 പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഔദ്യോഗിക പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ 19 കൊല്ലമായി. ഈ 19 കൊല്ലത്തിനിടയ്ക്ക് 35 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഗുഡ് സർവീസ് എനിക്ക് കിട്ടുന്നു. അടുത്തതായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ലഭിച്ച നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ എ ബി സന്തോഷിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇന്ന് രാവിലെ പത്രത്തിൽ ഈ വാർത്ത കണ്ടപ്പോൾ വാസ്തവത്തിൽ വളരെയധികം സന്തോഷമുണ്ടായി. അദ്ദേഹവുമായിട്ട് നമുക്ക് കുറേ വർഷങ്ങളായിട്ട് നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസ് കൊല്ലങ്കോട് ഗ്രാമത്തിൽ ആലമ്പള്ളത്തിലാണ്. അദ്ദേഹം മുൻ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന ശ്രീ എ സുബ്രഹ്മണ്യൻ്റെയും ശ്രീമതി കമലം ബാലസുബ്രഹ്മണ്യൻ്റെയും മകനാണ്. അദ്ദേഹം 2005 പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഔദ്യോഗിക പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ 19 കൊല്ലമായി. ഈ 19 കൊല്ലത്തിനിടയ്ക്ക് 35 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഗുഡ് സർവീസ് എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് പുറമെയാണ് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മെഡലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് തീരുന്നില്ല. അദ്ദേഹം ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ച് പാലക്കാടിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറാണ്. കൂടാതെ അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി വേദപഠനം നടത്തി വരുന്നു. നമ്മുടെ ബ്രാഹ്മണസഭ ധർമ്മശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിച്ച രമേശ് ദ്രാവിഡും അതുപോലെ തന്നെ കൽപ്പാത്തിയിൽ രാമനാഥ ദീക്ഷയുടെ പുത്രൻ ഈശ്വരൻ്റെയും ശിഷ്യനാണ്. എന്തൊക്കെ തിരക്കുണ്ടായാലും ബ്രാഹ്മണർക്ക് വിധിച്ചിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് യാതൊരു മുടക്കമില്ലാതെ ഇപ്പോഴും അനുഷ്ഠിച്ചു വരുന്ന അദ്ദേഹത്തെ നമുക്ക് പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ വഴിയില്ല. പലതവണ പഴയണക്കാവിൽ പാണ്ഡ്യസഭ കോടതിയിൽ നടന്നു വരുന്ന മഹായുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതും മറ്റൊരു സന്തോഷമായ കാര്യമാണ്. ഇതിന് പുറമെ അദ്ദേഹം നല്ലൊരു ക്രിക്കറ്റ് പ്ലെയറാണ്. കേരള ജൂനിയർ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴും കേരള പോലീസ് ടീമിൽ അംഗമാണ്. ഇതിന് പുറമെ കേരള ബ്രാഹ്മണ സഭ എല്ലാ വർഷവും നടത്തി വരാറുള്ള സ്പോർട്സ് മേളയിൽ പാലക്കാട് ജില്ലാ ടീമിനെ നയിച്ചത് ഇദ്ദേഹമായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ക്വാളിഫൈഡ് അംഗീകാരം കൂടിയാണ്. നമ്മളിന്ന് ഇവിടെ ആഗ്രഹിക്കുന്ന എ ബി സന്തോഷ്. കൂടുതൽ തെളിയിപ്പിക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ ഏതാണ്ട് 11 മണിക്കാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടത്. ഈ വാർത്ത അറിഞ്ഞ് സന്തോഷമുണ്ട്. ഇന്ന് വൈകുന്നേരം ഇങ്ങനെ തൃശ്ശൂരിൽ ഒരു ചടങ്ങ് നടത്തുന്നത് നിങ്ങൾ വന്നാൽ സന്തോഷമായിരിക്കുമെന്ന് അറിയിച്ചു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഡ്യൂട്ടിയിലാണ്, ഞാൻ നോക്കട്ടെ, അരമണിക്കൂറിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷമെന്ന് പറയട്ടെ, നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ ഈ ചെറിയ സ്വീകരണം ഏറ്റുവന്നാൻ വേണ്ടി വന്ന അദ്ദേഹത്തിനോട് നമ്മുടെ നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുവാൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് ശിവരാമകൃഷ്ണനോട് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഈ പോലീസ് സേനയിലായതുകൊണ്ടും ഇന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ടും നമ്മൾ നൽകാൻ പോകുന്ന ഉപകാരം ഒരു അശോകചക്രമാണ്. സത്യമാവ ജയതേ എന്ന് പ്രത്യേകിച്ചുള്ള അശോകചക്രം അദ്ദേഹം നൽകുവാൻ നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ ദേവപ്രസാദ് അവരോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ശ്രീ സന്തോഷ് നമ്മളോട് ഇപ്പോൾ ആദരവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്ത് വാക്ക് സംസാരിക്കും, അതിനെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. പെരിയവാൾക്ക് എല്ലാവർക്കും നമസ്കാരം. വലിയ ബിൽഡപ്പ് അല്ലെന്നത് വെച്ചിരിക്കുന്നത് അത്ര വലിയ ബിൽഡപ്പൊന്നുമില്ലേ. ഇറ്റ്സ് എ റൊട്ടീൻ ആൻഡ് ആക്ച്വലി ഐ എം ഓൺ ഡ്യൂട്ടി ടുഡേ. കാലമ്പറ ഒരു 11 മണിയാകത്തെ മൂർത്തിമാമ കൂപ്പിട്ടിരുന്നതാണ്. சின்னொரு ப்ரோக்ராம் இருக்குது. ஆக்சுவலி சின்னொரு ப்ரோக்ராம் இருக்குதுன்னு தான் தெரியும். எங்கே என்ன எப்படி ஒன்றும் தெரியாது. கூட்டில் நான் வந்தால் சந்தோஷமாக இருக்கும். ஃபர்ஸ்ட் ஆஃப் ஆல் அதெல்லாம் ஆദ്യം சொன்னது உங்களோட ஒரு ஃபோட்டோ, ஒரு பயோடாட்டா, அந்த ப்ரீஃப் அந்த மாதிரி ஏதாவது இருந்தால் கொடுக்கும். ശ്രുതിവാണിയിൽ കൊടുക്കത്തക്കാക്കും. അങ്ങനെ മാമ ഞാൻ ഡ്യൂട്ടിയിലാക്കും. ഇന്നൊക്കെ എന്നെ പ്രത്യേകത എന്നാൽ എവരിബഡി വിൽ ബി ഇൻ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ബിക്കോസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ്. ஸோ எங்களை மாதிரி இந்த க்ரைம் பிரான்ச்சில் ஒர்க் பண்ணுற இந்த யூனிஃபார்ம்லெஸ் ஆஃபீஸில் எல்லாம் டேர்ன் டியூட்டி 1 2 3 பேர் இருப்பாங்க. ஸோ என்டையர் ரெஸ்பான்சிபிலிட்டி எங்களோட இருக்கும். அப்போ நான் மாவட்டத்தில் மாமா ஐ எம் ஆன் டியூட்டி. ഞാൻ സായന്തരത്തുള്ള ഇതെല്ലാം എനിക്ക് തരാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് മാമ വീണ്ടും കൂട്ടാൻ. അതെ, ഇല്ലെങ്കിൽ സായന്തരം ഒരു ചിന്ന കുഴന്തകളെല്ലാം ഹോണർ ചെയ്യുന്നുണ്ട്, മാർക്കും അങ്ങനെ കുട്ടികളെ. അപ്പോൾ സായന്തരം ഒന്ന് വരപ്പറ്റുന്ന സൗകര്യമായിരിക്കും அப்படின்னு. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡയലമയാണ്. ഞാൻ പോലീസിലേക്കും ജോലി പെട്ടെന്ന് ഇറങ്ങി വരപ്പറ്റാതെ ഡിസിപ്ലിൻ ഫോഴ്സ്. അപ്പോൾ ആത്തിലൊന്ന് കൂപ്പിട്ട് കേട്ടെ എന്നെയാണ് கூப்பிடுறதுக்குள்ள நாங்கள் ஜாயின்ட் ஃபேமிலியை தம்பி கொண்டாட்டி அவளை എന്നാലും போகிறோன்னா. അപ്പോൾ എനിക്ക് അതൊക്കെ 2 ഹഡിലുണ്ട്. ഒന്ന്, എന്നോട് ഉത്തരവാദിത്വം വേറൊരാളെ ഏൽപ്പിക്കണം. 2, എന്നോട് DYSP-ട്ടേന്ന് എനിക്ക് പെർമിഷൻ കിടക്കണം. ഇവിടെ ആലോചിച്ചിട്ടുണ്ട് എന്നടാ പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. കാലം പോയി സാധനം വന്നിട്ടുണ്ടോ സാധാരണക്കാരൻ പോലെ നേരത്തേക്ക് திடீர்னு ഒരു ഓർഡർ വന്ന് CM മെഡൽ അപ്പടി ഇപ്പടി ഞാൻ ഇപ്പോൾ തൃശ്ശൂരിലേക്ക് കൂപ്പിടുക. അപ്പോൾ എന്നോട് കൂടെ നമ്മൾ ബ്രാഹ്മണ രാമസ്വാമിയുണ്ട്. അപ്പോൾ സ്വാമികളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? സന്തോഷം പോയിട്ട് വാ, എനിക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾക്കല്ലേ പറ്റുള്ളൂ, ഞാൻ നോക്കിക്കോളാം എന്ന് അവനൊക്കെ ചൊല്ലാൻ. അവർ SI ആക്കാൻ റാങ്ക്. അപ്പോൾ രാമസ്വാമി ഗിവ് മി എ കൺസെന്റ് ദാറ്റ് ഐ വിൽ ടേക്ക് ഓവർ ഓൾ ദോസ് തിങ്സ്. സോ നെക്സ്റ്റ് അപ്പോൾ അന്നൊരു ഹഡിൽ ക്ലിയർ ആச்சு. നെക്സ്റ്റ് ഹഡിൽ വാസ് ഐ വാണ്ട് ടു സ്പീക്ക് ടു മൈ DYSP. അപ്പോൾ DYSP-ട്ട സാർ എനിക്ക് സ്വീകരണം തരുന്ന പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ DYSP സാർ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നുണ്ട് സാർ, ഇപ്പോൾ CM മെഡലിൽ പാരയായെന്നുള്ളൊരു ഡൗട്ട്. പോയില്ലെങ്കിൽ മോശമാണ്, കാരണം ഞങ്ങളുടെ ബ്രാഹ്മൺസിൻ്റെ ഒരു സമൂഹം എന്ന് പറയും, ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഒരു ഫംഗ്ഷനാണ്. പോയിട്ടില്ലെങ്കിൽ അത് മോശമാണ്. എനിക്കിനിയും നമ്മുടെ സമൂഹത്തിൽ സർവൈവ് ചെയ്യേണ്ടതാണ്. റിട്ടയറൊക്കെ ആയി കഴിഞ്ഞ് ഞാനൊന്ന് പൊക്കോട്ടെ. അപ്പോൾ അവർ അതിനെന്താ സന്തോഷം, പോയിട്ട് വരും. നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, മറ്റേ പട്ടാമ്പി കൂടുതൽ പോയി അവിടെ പോയി എന്താ ദാറ്റ് ഈസ് ഞങ്ങളോട് കാര്യങ്ങളൊക്കെ കേട്ട് ഞാനതെല്ലാം സെറ്റിൽ പണി ആത്തൊക്കെ വന്ന് നേരെ ദിവസം വന്നത്.
இங்கே வந்து இந்த மாமாட்ட கேட்டவளுக்கு தெரிஞ்சது திஸ் இஸ் டவுன் யூனிட் பிராமண சபா டூயிங் Pratibha Sayana, that is encouraging the children who got scored high marks. Actually, basically, ഇപ്പോൾ ഒരു അഡൾട്ടാണ് നമുക്ക് ആവശ്യങ്ങൾ പല രീതിയിലുണ്ട്, പല കൺവീനിയൻസ് വേണം. പക്ഷെ ബേസിക്കലി എല്ലാ മനുഷ്യർക്കും വേണ്ടത് നാം മനസ്സിലാക്കിയിരിക്കുന്നത് അംഗീകാരം എന്നുള്ളൊരു സാധനമാണ്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ അംഗീകരിച്ച് കൊടുക്കുന്നതാക്കും എല്ലാവർക്കും ഇഷ്ടം, നമ്മൾ ചേർത്ത് ആലോചിക്കുന്നതും അതാക്കും. സോ നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളെ അംഗീകരിച്ച് ഒരു ബൂസ്റ്റിംഗ് നൽകുന്നത് വലിയൊരു കാര്യമാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇங்கே வரத்துக்கு വേറൊരു ഇത് കൂടിയുണ്ട്. എങ്കാത്ത പൊണ്ണ് ശ്രുതി നമ്മൾ ബ്രാഹ്മിൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിലെല്ലാം പർപ്പസ്ഫുള്ളായിട്ട്, ഇപ്പോൾ ബ്രാഹ്മണ സഭയുടെ ആക്ടിവിറ്റി അനുസരിച്ച് പാലക്കാടിലെ പർപ്പസ്ഫുള്ളായിട്ട് ജോലി കൊടുക്കും. വെതർ അതിൽ അച്ചീവ്മെൻറ്റോ ഇല്ലയൊന്നുമില്ല. நம்ம கல்ச்சர் ட்ரெடிஷன் அண்ட் பெரியவாளங்கண்ட அப்படி பேசணும். அந்த കാര്യങ്ങളെല്ലാം கொஞ்சம் ஊட்டி உറപ്പിக்கிறதுக்கு வேண்டி കൂടിയാക്കും മെനക്കെട്ട് പാലക്കാട്ടിലേക്ക് ഇതുവരെ വന്നത്. സോ കാരണം എന്നാൽ ഇപ്പോഴത്തെ യൂത്ത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ, ഞാൻ യൂത്ത് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ, ദെൻ മറ്റുള്ള പൊതുവേ സ്കൂൾ കോളേജിലെല്ലാം இந்த ட்ரக்ஸ் அந்த மாதிரி லஹரி அந்த மாதிரி எல்லாம் ഒരുപാട് കേൾക്കുന്നത്. ബിക്കോസ് ഞാൻ പോലീസിലായതുകൊണ്ട് அந்த ലൈനിൽ എപ്പോഴും ഒരു ആംഗിൾ ഓഫ് തിങ്കിങ് இருக்கும். ഒരു എല്ലാ കാര്യവും ഒരു 90% தான் விசுவசிக்கும், 10% போலீஸ் ஆங்கிள் இருக்கும், ஃபுல்லாக பூர்ணமாக விசுவசிக்க மாட்டோம். ஸோ அந்த மாதிரி ഒന്നും പോകാതെ ഇരിக்கிறதுக்குള്ള ഒരു എൻകറേജിങ് ഫാക്ടറായിട്ട് ഇത് മാറலாம். ഇതൊരു നല്ലൊരു പരിപാടിയായിരുന്നു. ആൻഡ് പാലക്കാട്ടിലെന്നൊരു ഡിഫറെൻറ്റ് സിനാരിയോ ആയിരുന്നു. അങ്ങെല്ലാം ഓരോ അഗ്രഹാരത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്ത അഗ്രഹാരത്തിലുള്ള നിവാസികളായിരിക്കും മിക്കവാറും. ഇങ്ങപ്പോൾ പൊതുവെ ഒരു ടൗൺ യൂണിറ്റുന്ന ഒരു ഏരിയ ഒരു ജൂറിസ്ഡിക്ഷൻ ആയിരിക്കില്ല അങ്ങനെയുള്ള എല്ലാവരും നമുക്ക് വിശ്വാസം. ஸோ இந்த பிரதிபா சாயானியம் வந்து குட்டிகளுக்கு ரொம்ப ஒரு என்கரேஜிங் ஒரு ஃபேக்டர் ஆகும். அது இனி இதுக்கு முன்னாலே நடந்திருக்கலாம், இனிமேலும் அது വളരെ தொடர்ந்து നടക്കണം. ആൻഡ് ഇത് ഗ്രേറ്റസ്റ്റ് ഇപ്പോൾ ഗോട്ട് ഹോൾഡറുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല, ഒരു 1, 2, 3 ഒരു 3-4 കുട്ടികളെ കൂടി അക്കോമഡേറ്റ് പണി ഒരേ കാറ്റഗറിയിൽ അക്കോമഡേറ്റ് പണിനാൽ கொஞ்சம் കൂടി അവർക്ക് ഒരു എൻകറേജിങ് ആയിരിക്കും. ബിക്കോസ് ഇത് ജസ്റ്റ് ഒരു റെക്കഗ്നേഷൻ തന്നെ. இந்த ரெக்கக்னேஷனில் குட்டிகள் எந்த രീതിയിൽ വേണമെന്നാൽ മാറില്ല. So it's a very good opportunity for the students and எனக்கு இப்படி ஒரு சான்ஸ், இப்படி ஒரு இது தந்ததில் ரொம்ப சந்தோஷம். அண்ட் ஐ எம் நாட் எ குட் ஸ்போக்ஸ் பர்சன். அங்கே இருக்கிறதுக்கு சௌகரியம், இங்கே இருக்கிறது വലിയ സുഖമൊന്നും വലിയ സ്വന്തത്തില്ല. താങ്ക് യു വെരി മച്ച്. ശ്രീ ഗുരുഭ്യോ.